ദൈവനമ്പുരാന്റെ അളവറ്റ കരുണയാലും കൃപയാലും പരിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ ഓർമ്മ പെരുന്നാൾ, ഈ വർഷത്തെ ഓർമ്മ പെരുന്നാൾ ഇന്നലെയും ഇന്നും വളരെ ഭംഗിയായി അടുക്കോടെ ചിട്ടയോടെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവനമ്പുരാൻ നമുക്ക് ഇടയാക്കി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുമ്പോൾ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ നല്ല മഴയാണ് പല സമയങ്ങളിലും പല സമയത്തും കാണിച്ചിരുന്നത്. പക്ഷേ ഈ പുണ്യപിതാവിൻ്റെ പെരുന്നാൾ എപ്പോൾ ആഘോഷിച്ചാലും തക്ക സമയത്ത് എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് ആ സമയങ്ങളിലൊക്കെ അനുഗ്രഹങ്ങൾ ചെറിഞ്ഞിരിക്കുകയും ആരാധനയ്ക്കാണെങ്കിലും ശുശ്രൂഷകൾക്കാണെങ്കിലും യാതൊരു തടസ്സമോ മുടക്കമോ ഒരുക്കത്തിൽ പോലെയാണെങ്കിലും മുടക്കമോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഇടയായി. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ വീണ്ടും ബലപ്പെട്ട് ശക്തിപ്പെട്ട് നമുക്ക് ശരണപ്പെടാം. കാരണം കഴിഞ്ഞ ദിവസം പ്രദക്ഷിണം അവിടെ വരെ പോകുമോ എന്നുള്ളതൊക്കെ വളരെ സംശയമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുതൽ കരുണ നമ്മളോടൊപ്പം ഉണ്ടായി. ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ ഒരു അവസരം നന്ദി പറയുവാൻ തക്കവണ്ണം ധാരാളം ആളുകളെ ഓർക്കുവാൻ തക്കവണ്ണം ഞാൻ വിനിയോഗിക്കുകയാണ്. വേഗം എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യമായി നന്ദി അർപ്പിക്കുവാനായിട്ടുള്ളത് നമ്മുടെ ഇന്നലെയും ഇന്നുമായി നടന്നതായ ഈ ശുശ്രൂഷകളിൽ, പെരുന്നാൾ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ച വന്യ വൈദിക ശ്രേഷ്ഠത്തോടാണ് ആദ്യമായി നന്ദി അറിയിക്കുവാനായിട്ട് ഉള്ളത്. ഈ ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട ഷിനോ സാമച്ചനാണ്. അച്ഛൻ്റെ സ്വദേശം കോന്നി ഒന്നപ്പാറയാണ് അച്ഛൻ്റെ സ്വദേശം. ഞങ്ങൾ തമ്മിൽ ഒരേ കാലയളവിൽ സെമിനാരിയിൽ പഠിച്ച ആളുകളാണ്. എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് അച്ഛന് കോട്ടയം സെമിനാരിയിൽ പഠിച്ചു. അതോടൊപ്പം തന്നെ പരിശുദ്ധ ദിദിമോസ് ബാവയുടെ സെക്രട്ടറി ആയിട്ടും അച്ഛൻ പ്രവർത്തിച്ചു. അച്ഛൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ദിദിമോസ് ബാവയുടെ ശുശ്രൂഷിക്കുവാനായിട്ട് ചെല്ലുന്നത്. അങ്ങനെ വളരെ ഒത്തിരി സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ബഹുമാനപ്പെട്ട ഷിനോച്ചനുമായിട്ട് ഉണ്ട്. ഷിനോച്ചൻ ഇടുക്കി ഭദ്രാസനത്തിലെ വൈദിക സുരക്ഷനാണ്. കഴിഞ്ഞ 7-8 വർഷമായി ന്യൂസിലൻഡിലാണ് അച്ഛൻ ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത്. ന്യൂസിലൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിൽ ആണ് അച്ഛൻ ദേവാലയത്തിലാണ് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. അച്ഛനെ ഇടവകയുമായി ഒരു ബന്ധം നമ്മുടെ ഇടവകമായിരിക്കുന്ന പ്രിയപ്പെട്ട അനു ജിയോയുടെ റിനുവിൻ്റെ സഹോദരൻ കൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ആ നിലയിലും നമുക്ക് ഒത്തിരി ദൂരെയുള്ള ഒത്തിരി അടുത്ത ആൾ തന്നെയാണ് അച്ഛൻ. അച്ഛൻ്റെ ഗീവർഗീസ് സഹോദരയുടെ അനുഭവത്തിൽ അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മാച്ചൻ്റെ മോളുണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു റിനു ആ പരുവത്തിൽ പാസ്സായതാണെന്ന് അച്ഛൻ അടുത്ത് പറയുമോ എന്ന് എനിക്കൊരു ഉണ്ടാവുമെന്ന് തോന്നി. അതുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും സ്നേഹത്തോടെ വളരെ ഈ ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മുടെ ഈ പെരുന്നാള് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത ബഹുമാനപ്പെട്ട ഷിനോച്ചനോടുള്ളതായ എല്ലാ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കും. രണ്ടാമതായി നമ്മെ ശുശ്രൂഷകളിൽ നമ്മെ സഹകാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട എബി എം തരകൻ അച്ഛനാണ്. അച്ഛൻ്റെ സ്വദേശം അടൂർ കടമ്പനാട് സ്വദേശിയാണ് അച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിൽപ്പെട്ട അച്ഛൻ തന്നെയാണ്. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛൻ ഇതിന് മുമ്പ് കോയമ്പത്തൂർ തിരുപ്പൂർ ദേവാലയത്തിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിച്ചു. അച്ഛൻ്റെ കൊച്ചമ്മ മെൽബണിൽ ജോലി ചെയ്തിരുന്നതിൻ്റെ ആ ഭാഗമായിട്ടാണ് അച്ഛന് ഓസ്ട്രേലിയയിലേക്കും അതുപോലെ തന്നെ മെൽബണാണ് അച്ഛൻ ഇപ്പോൾ താമസിക്കുന്നത്. തിരിച്ച് താമസിക്കാതെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സത്യത്തിൽ അച്ഛനെ ലഭിച്ചത്. ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം അത് സമ്മതിക്കുകയും സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളെ അനുഗ്രഹിച്ചതായ ബഹുമാനപ്പെട്ട എബി എം തരകൻ അച്ഛനോടുള്ളതായ അച്ഛനോട് കാണുന്നില്ല. അച്ഛൻ കൈ തൊഴിലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു.
എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ടുള്ളതായ സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പെരുന്നാൾ ശുശ്രൂഷകൾ വളരെ ഭംഗിയായി ചിട്ടയോടുകൂടെ നടത്തപ്പെടുവാൻ തക്കവണ്ണം നേതൃത്വം നൽകിയ ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട റിച്ചു കുര്യൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറി എബ്രഹാം കുര്യൻ, ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഒരു കാരണവർ നമുക്കുണ്ടായിരുന്നു. കൺവീനർ എന്ന പേര് പറയും, ബഹുമാനപ്പെട്ട ബിജോയ് മാത്യു. വളരെ ഭംഗിയായി അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടോ? കർമ്മനിരതനാണ്, നന്ദിയൊന്നും വേണ്ട. അപ്പോൾ അവര് നല്ല കൈയ്യടി അദ്ദേഹത്തിന്. സംശയത്തോടെ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ കൺവീനറിന് കൈയ്യടി കൊടുക്കുന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ വർഷത്തെ കൺവീനറും കൂടെ ചേർത്താണ് ഈ കൈയ്യടി ഓർമ്മയില്ലാത്തതാണ്. അതുകൊണ്ട് വിജയ് മാത്യു ഏകദേശം 2 ആഴ്ചയോളം എന്നും വൈകിട്ട് ആയിരക്കണക്കിനാണ് അപ്പം ഒന്നുകൂടെ കഴിക്കുന്നത്. അപ്പോൾ വളരെ 2 ആഴ്ചയായിട്ട് വളരെ ഭംഗിയായി എല്ലാ വൈകുന്നേരങ്ങളിലും കൃത്യമായി വരികയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ദക്ഷിണം പ്രവർത്തിച്ചതായ ബഹുമാനപ്പെട്ട കൺവീനർ വിജയ് മാത്യൂസിനോടുള്ളതായ നന്ദി സ്നേഹം എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഈ വർഷത്തിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു നമ്മുടെ ദേവാലയം അലങ്കരിച്ചത്. ലൈറ്റ് കൊണ്ടും സൗണ്ട് കൊണ്ടും ഒക്കെ അലങ്കരിച്ചത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അല്ലശാനാണ്. അല്ലശാനോടുള്ളതായ മാത്രമല്ല, അദ്ദേഹത്തോട് ചേർന്ന് ഒരുപാട് ആളുകൾ ഈ ബുധനാഴ്ച മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തോട് ചേർന്ന് നിന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും സ്നേഹത്തോടുകൂടെ പ്രത്യേകമായിട്ട് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ അലങ്കരിച്ച വാഹനം നമ്മുടെ യൂട്ട് നമുക്ക് ക്രമീകരിച്ച് നൽകിയത് ബഹുമാനപ്പെട്ട എബിച്ചാനോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ റാസയ്ക്ക് കൊടുപ്പേകിയത് നമ്മുടെ ഇടവക അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട് എബിച്ചാനെ, അതുപോലെ തന്നെ ബേബിച്ചേട്ടൻ്റെതായ ചെണ്ടമേളം അത് വളരെ ഭംഗിയായിട്ട് അവർ അത് പേരെന്തായിരുന്നു ആ പടയോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും മീഡിയ രംഗം വളരെ ഭംഗിയാണ്. മീഡിയ ആരോണാണ് നമ്മുടെ ലാസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ ഒരു വീഡിയോ പ്രമോ എടുത്തത്. ആരോണാണ് അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തത്. ആ ടീമിനോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവകയുടെ വയറിനോടുള്ളതായ നന്ദി പ്രത്യേകമായി വയറിനോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നലെ പാചകം നൽകി നമ്മെ സ്വാദിഷ്ടമാക്കിയ ബഹുമാനപ്പെട്ട ശെൽബി ചേച്ചിയോടുള്ളതായ നമുക്ക് ഇന്നലെയുമായി ഭക്ഷണം ക്രമീകരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കലവറ ടീം അംഗങ്ങളോട് അതുപോലെ തന്നെ മുസഫലി അവരോടുള്ളതായ നന്ദി സ്നേഹമായിട്ട് അറിയിക്കുന്നു. ഈ പെരുന്നാളിൽ നേർച്ച കാഴ്ചകൾ നൽകി നമ്മെ അനുഗ്രഹിച്ച എല്ലാ ഇടവക അംഗങ്ങളോടും അതുപോലെ തന്നെ ഇടവകയ്ക്ക് പുറത്തുള്ളതായ എല്ലാവരോടും ഉള്ളതായ നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ പെരുന്നാൾ എത്രയൊക്കെ ക്രമീകരിച്ചെങ്കിലും ഇതിൻ്റെയൊക്കെ പൂർത്തീകരണം ആകുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ്, നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമാണ്. നിങ്ങളുടെ സഹകരണവും സാന്നിധ്യവും ഇല്ലായെങ്കിൽ ഇത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തത്തില്ല. ഈ സഹകരിച്ചതായ എല്ലാവരോടും ഉള്ളതായ നന്ദി സ്നേഹം ഈ സമയം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഫ്രണ്ട്സായിട്ട്, റിലേറ്റീവ്സ് ആയിട്ട്, അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്സായിട്ട്, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയിട്ട് മറ്റ് ദേവാലയങ്ങളും സൺഷൈൻ പോസ്റ്റ് ആയാലും ഗോൾഡ് പോസ്റ്റ് ആയാലും ഒരാളെ കോൺസുലേറ്റ് ഒരാളെ ഞാൻ കണ്ടു. അദ്ദേഹം
ഈ ശുശ്രൂഷകളിൽ എന്നോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ബഹുമാനപ്പെട്ട അലൻ നമ്മുടെ ശുശ്രൂഷകളുടെ ലീഡറാണ്. അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചതായ എല്ലാവരോടും ഉള്ളതായ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഈ പരിശുദ്ധ മധ്യസ്ഥതയിൽ ഒരുമിച്ച് അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കാം. പള്ളിയുടെ മെയിൻ്റനൻസ് ടീമെന്ന് പറഞ്ഞൊരു ടീമുണ്ട്. എല്ലാ മാസവും കൃത്യമായി അവരത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. അവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട്